ജോലി എന്ന് പറഞ്ഞു കഴിഞ്ഞാല് നമ്മുടെ പടക്കം ബഷീറിന്റെ മാതിരിയാ. അടി എവിടെ ഉണ്ടോ അവിടെ ബഷീർക്ക് ഉണ്ടെന്ന് പറയുന്ന മാതിരി ഓഫീസിൽ എന്ത് പ്രശ്നമുണ്ടോ അതിന്റെ നടുക്ക് ജ്യോതിന്റെ പേര്. ബട്ട് ദ മൊമെന്റ് വെൻ ഐ സ്റ്റാർട്ടഡ് ലൈക്ക് എൻ്റെ മനസ്സിൽ നിന്ന് അവളിലേക്ക് ഒരു റെസ്പെക്ട് വന്നു തുടങ്ങിയ സമയം എങ്ങനെയാ വെച്ചാൽ ഷീ സ്റ്റാർട്ടഡ് ടു സേ അബൌട്ട് ഹെർ ലവ് സ്റ്റോറി. അവിടെയാണ് കഥാനായകന്റെ ഇൻട്രൊഡക്ഷൻ സ്റ്റാർട്ട് ചെയ്തത്. 100-ൽ 1 പറഞ്ഞാൽ പോരാ, നമുക്കത് കണ്ടെത്താൻ വളരെ പ്രയാസമായിരിക്കും. ഇങ്ങനെയുള്ള ഒരു 2 പേരെ കണ്ടെത്താൻ അത് ദൈവാനുഗ്രഹം മാത്രമാണ്. അങ്ങനെ ദൈവം എല്ലാവരും അനുഗ്രഹിക്കാറില്ല. പുള്ളിക്ക് പ്രിയപ്പെട്ടവരെ മാത്രമേ പുള്ളി അങ്ങനെ സോ അതിന് ആൻഡ് യു ഗൈസ് ഡിഡ് ഇറ്റ് വെരി നൈസ്. Stay young with your rock and rolling. All the best things in life are free. ഞാനിവിടെ വന്ന സമയത്ത് ഞാനൊന്നും പ്രിപ്പയർഡ് അല്ല. ബട്ട് ഐ തോട്ട് ലൈക്ക് ഞാൻ പാടാൻ ഉദ്ദേശിച്ചത് അതായത് ഞാൻ പാടാൻ ഉദ്ദേശിച്ചത് ഇവർക്ക് വേണ്ടി ഡെഡിക്കേറ്റ് ചെയ്തിട്ട്. ബട്ട് ഇപ്പൊ നിങ്ങളുടെ ഇടയിൽ നിന്ന് എവിടുന്നോ എനിക്കൊരു പാട്ട് പെട്ടെന്ന് ഐ റിയലി സ്ട്രൈക്ക്ഡ്. ആരോ ഒരാൾ ഹൃദയത്തിൽ നിന്ന് പാടിയ മാതിരി. ആൻഡ് ഐ തിങ്ക് അതിനേക്കാളും ബെറ്റർ ആയിട്ടൊരു ഇൻട്രോ എനിക്ക് ഇതിന് കൊടുക്കാനില്ല. മഞ്ഞു വീണതറിഞ്ഞില്ല, വെയിൽ വന്നു പോയതറിഞ്ഞില്ല, ഓമലേ നീ വരും നാളുമിണ്ണീരുന്നു ഞാൻ. പിന്നെ ഒരു വട്ടം താമരശ്ശേരി പള്ളി പെരുന്നാളിനാണ് ഞങ്ങൾ കാണുന്നത്. പിന്നെ എന്റെ ഫ്രണ്ട് ഇങ്ങനെ പറഞ്ഞു കേൾക്കുക അതാ റെമോ റോയ് ഇങ്ങനെ. അപ്പൊ എനിക്ക് ആ പേര് പെട്ടെന്ന്, കാരണം ഈ പേര് ഇങ്ങനെ സ്ട്രൈക്ക് ചെയ്തു. അപ്പൊ ഞാൻ പോയിട്ട് റെമോനെ എടുത്ത് ചോദിച്ചു ആരാന്ന് മനസ്സിലായിരുന്നു. അപ്പൊ തന്നെ റെമോനെ വിളിച്ചു ജ്യോതിയാണോ. ആ സെയിം മൊമെന്റിൽ എന്നോട് ചോദിച്ചു. അതായത് LKG കണ്ട ശേഷം പിന്നെ കാണുന്ന 9th സ്റ്റാൻഡേർഡ് അപ്പൊ തന്നെ റെമോനെ എടുത്ത് ജ്യോതിയാണോ ചോദിച്ചു. അപ്പൊ നമ്മൾ അന്ന് കണ്ടു. പിന്നെ നോക്കുമ്പോൾ +1 കാണുന്നത്. അപ്പൊ +1 ഫസ്റ്റ് ഡേ കണ്ടപ്പോ അമ്മ പറഞ്ഞു, അമ്മയ്ക്കും അറിയാം റെമോനെ. അപ്പൊ അമ്മ പറഞ്ഞു അയ്യോ കൊച്ചുണ്ടല്ലോ, കൊച്ചുള്ളത് ഏക ആശ്വാസം. അത് റമോ ഒന്ന് കാര്യമായിട്ട് അങ്ങ് എടുത്തു. അയ്യോ Come on guys!